ഏപ്രിൽ 9 നടന്ന തിരഞ്ഞെടുപ്പ് ഒരു മാസത്തിനിപ്പുറം ഇതാ കേരളം എന്താണ് വിധി എഴുതിയതെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 8 മണിയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു തുടങ്ങി. ഏതാണ്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ എങ്ങോട്ടാണ് കേരളം പോകുന്നത് എന്നതിൻ്റെ ഒരു നേർ ചിത്രം ഇപ്പോൾ തന്നെ വ്യക്തമാണ്. UDFന് വ്യക്തമായൊരു മേൽക്കൈ, അതായത് 90 സീറ്റുകളാണ് അടുത്ത് UDF നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. എക്സിറ്റ് പോളുകൾ പലതും UDFന് മുന്നേറ്റം പ്രവചിച്ചെങ്കിൽ പോലും 90 സീറ്റുകളിലേക്ക് UDF എത്തുമെന്ന് എക്സിറ്റ് പോളുകൾ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിലെ ചിത്രം മാറി മറയുകയാണ് അല്ലേ സായി? അതെ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെയാണ് കാൽക്കുലേഷൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചിത്രം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് 100+ ആണ്. പക്ഷേ ഏതാണ്ട് അദ്ദേഹം അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടൊക്കെ പറഞ്ഞത് 90+ എന്നാണ്. അപ്പോൾ ആ ലെവലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ UDF 90 സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്. ഇപ്പുറത്തെ LDF ആണെങ്കിൽ 47 സീറ്റ് ലീഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശക്തമായ സാന്നിധ്യം കേരളത്തിൽ തെളിയിച്ച് NDAയും ഒപ്പം ഉണ്ട്. എന്തായാലും KPCC ഓഫീസിൽ ഇന്നലെ പന്തൽ കെട്ടിയത് വെറുതെ ആയില്ല. മലബാറിൽ മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ പച്ച ലഡുവിൻ്റെ വിതരണവും തുടങ്ങിയിട്ടുണ്ട്. അർച്ചന, അതെ, അതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം BJPയുടെ ഒരു വളർച്ചയാണ്. കാരണം കേരള ചരിത്രത്തിൽ ഇതുവരെയുള്ളൊരു തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടം മുതൽ ഇതുവരെ BJP ഒരു വ്യക്തമായ ഭൂരിപക്ഷത്തിൽ 4 സീറ്റ്, അത് 5-6 സീറ്റിൽ എപ്പോഴും നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു കാഴ്ച നമ്മൾ ഇതുവരെ കേരളത്തിൽ കണ്ടില്ല. അപ്പം BJPയുടെ ഒരു വളർച്ച. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എണ്ണിയ 3 റൗണ്ടിലും പിന്നിൽ നിൽക്കുകയാണെന്നൊരു വലിയ ഒരു ഞെട്ടലോടെ ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. ഇടയ്ക്ക് പ്രതിപക്ഷ നേതാവ് പിന്നിൽ പോയി, പക്ഷേ പ്രതിപക്ഷ നേതാവ് മുന്നിൽ കയറിയിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ പിന്നിലാണ്. അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പിന്നിലാണ്. അതായത് ഈ UDF വലിയ ട്രെൻഡിലോട്ട് പോകുമ്പോൾ വമ്പന്മാരൊക്കെ പിന്നിലാവുന്നു. അപ്പുറത്ത് UDFന്റെ മാത്രമല്ല, മൊത്തത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു 2 മണിക്കൂറിലൊരു കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും പിന്നിലേക്ക് പോകും. VD സതീശൻ പറഞ്ഞത് 1 ഡസൻ മന്ത്രിമാർ തോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ 1 ഡസനും മുകളിലോട്ട് പോയി 14 മന്ത്രിമാർ പിന്നിലാണ്. ഇതിൽ ഏറ്റവും കൗതുകരമായ കാര്യം, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇനി KK ശൈലജ വരുമോ, ആ രീതിയിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നാണ് ഇനി വോട്ടെണ്ണൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സാഗൂതം ശ്രദ്ധിക്കുന്നത്. അതിൽ നമ്മൾ ഇനി ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കാരണം കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തുന്നു. കാരണം ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലേക്ക് പോലും കോൺഗ്രസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പക്ഷേ KPCC പ്രസിഡന്റ് പിന്നിലാണ്. അതൊരു വലിയൊരു തിരിച്ചടിയാവുമെന്ന് തോന്നുന്നു. കൊല്ലത്ത് ചാത്തന്നൂര്, പത്തനാപുരം തുടങ്ങിയ ഇടത് കോട്ടകളെ, അതായത് UDFന് ഒരു പ്രതീക്ഷയുമില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും വലിയ തോതിൽ UDF ലീഡ് ചെയ്യുകയാണ്. കോഴിക്കോട് വമ്പൻ ലീഡിലോട്ട് UDF വയ്ക്കൊണ്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കണ്ട ഒരു ട്രെൻഡാണ് കോഴിക്കോട് ജില്ല മാറി ചിന്തിക്കുന്നത്. കാരണം ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വ്യക്തമായ സ്വാധീനമുള്ള ഒരു ജില്ല, ആ ജില്ലയിൽ LDFന് അടിപതറുന്ന ഒരു കാഴ്ചയാണ്. ഏതാണ്ട് 10 ഇടങ്ങളിൽ UDF ആണ്. കാരണം ഈ ഒരു 10-20 വർഷത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്തൊരു ജില്ലയിൽ കോൺഗ്രസ് പലയിടങ്ങളിലും ലീഡ് നേടിക്കൊണ്ടിരിക്കുകയാണ്. UDF ജയിക്കുമെന്ന് പറയുമ്പോൾ പോലും തിരുവനന്തപുരത്തെ പല സീറ്റുകളിലും UDFന് നേതാക്കൾ ആരും കാര്യമായ പ്രതീക്ഷ അർപ്പിച്ചിരുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്തെ പല സീറ്റുകൾ, അതായത് ഇടത് കോട്ടയ ചിറയൻകീഴിൽ വരെ ഇപ്പോൾ UDF ലീഡ് ചെയ്യുകയാണ്. കാട്ടാക്കട UDF ലീഡ് ചെയ്യുകയാണ്. അരുവിക്കര, അതായത് LDFന്റെ ജനകീയരായ MLAമാർ പലരും, അതായത് LDF കേന്ദ്രങ്ങൾ വോട്ടെണ്ണലിന് ശേഷവും മുമ്പും ഒക്കെ പറഞ്ഞിരുന്നത് എന്തൊക്കെ ഉണ്ടായാലും 50 മണ്ഡലങ്ങൾ കുലുങ്ങില്ലെന്നാണ്. പക്ഷേ ആ 50 മണ്ഡലങ്ങളെയും കുലുക്കിക്കൊണ്ടുള്ള ഒരു ലീഡിലേക്കാണ് UDF കേന്ദ്രം ഇപ്പം 99 സീറ്റിൽ നിന്നാണ് LDF ഒറ്റയടിക്ക് 47 സീറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് LDF മന്ത്രിമാരും LDF നേതാക്കളൊക്കെ ആവർത്തിച്ച് പറയുകയാണ്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണവിരുദ്ധ വികാരമാണോ, അതോ പിണറായിക്കെതിരായുള്ള ഒരു വികാരമാണോ, അതോ SIRന്റെ ഇമ്പാക്റ്റ് ആണോ? SIR ഇമ്പാക്റ്റ് UDFന് അനുകൂലമായി വന്നിരിക്കുന്നു എന്ന് വേണമോ വ്യാഖ്യാനിക്കാൻ? അത്തരം വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ ഇനി വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ മാത്രമേ കടക്കാൻ കഴിയുള്ളൂ. പെട്ടെന്ന് ജില്ലകളുടെ കണക്ക് നോക്കിയാൽ തിരുവനന്തപുരത്ത് 7 UDF, 5 LDF, 1 NDA. കൊല്ലത്ത് LDF 5, UDF 4 പത്തനംതിട്ടയിലാണെങ്കിൽ 3 UDFും 2 LDFും ഉണ്ട്. ആലപ്പുഴയിൽ 5 UDF, LDF 4 കോട്ടയത്ത് 6 UDF, LDF 3 വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലാണെങ്കിൽ 3 UDF, 2 LDF. എറണാകുളത്ത് 10 കൃത്യമായ ഫലം വന്നിരിക്കുന്നത്. ആ 10 UDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. തൃശ്ശൂരിൽ 8 UDF, 5 LDF പിന്നിലാണ്. അതെ. പാലക്കാട് LDF 5, UDF 4. പാലക്കാട് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. കോൺഗ്രസ് പറഞ്ഞ പോലെ CPM BJP ഡീലൊക്കെ ആണോ അതിന് പിന്നിൽ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം അവിടെ സ്ത്രീ വോട്ടർമാർ ഇനി ശോഭയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തോ, ഇതൊക്കെ മലപ്പുറത്ത് നോക്കുകയാണെങ്കിൽ 14 UDFും 1 മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. KT ജലീൽ തോൽക്കാൻ പോകുന്നതാണ് മലപ്പുറത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കോഴിക്കോട് ജില്ലയിൽ
10 യു ഡി എഫും 2 LDF ഉള്ളത്, ഒരിടത്ത് BJP ലീഡ് ചെയ്യുന്നു. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം കോഴിക്കോട് സൗത്തിലാണ്. കാരണം ഇതുവരെ BJPക്ക് ജില്ലയിൽ കടന്നു കയറാൻ പറ്റാത്ത ഒരിടത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചെങ്കിൽ പോലും ഇത്തരം ഒരു മുന്നേറ്റം ആരും പറഞ്ഞിരുന്നില്ല. അതും ഏറ്റവും ജൂനിയർ ആയ ഒരാള് റെനീഷ് എന്നൊരു വ്യക്തിയിലൂടെയാണ് കോഴിക്കോട് സൗത്ത് പോലെ, അതായത് ലീഗിന്റെ ഉറച്ച സീറ്റായ കഴിഞ്ഞ തവണ INL ആയിരുന്നു. നമ്മൾ പകുതിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെയായി ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് കേരള കോൺഗ്രസ് സംപൂജ്യമാരായി മാറുകയാണോ? ഇനി റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തോറ്റാൽ ആ പാർട്ടിയുടെ ഭാവി എന്താണ് എന്നാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അതെ, ഏറ്റവും കാരണം ഇതുപോലൊരു തകർച്ച, അതായത് ഒന്നെങ്കിൽ ജോസ് കെ മാണിക്കോ അല്ലെങ്കിൽ റോഷി അഗസ്റ്റിനോ ജയിച്ചു വരാൻ പറ്റുമെന്ന് ചിന്തിച്ചെടുത്ത് നിന്ന് രണ്ടുപേരും പിന്നോട്ട് പോകും. ആ പാർട്ടിയിൽ എന്തായാലും ഒരു മുന്നണി മാറ്റം നേരത്തെ ഉൾപ്പെടെയുള്ള ചർച്ചകൾക്ക് വലിയൊരു ആഭ്യന്തര കലകത്തിലേക്കും ഒക്കെ ഒരു പിളർപ്പിലേക്ക് വരെ ചിലപ്പോൾ അത് നീണ്ടേക്കാം. പക്ഷേ ജോസ് കെ മാണി രാജ്യസഭാ സീറ്റുണ്ട്. അതെ, അതാണ് കാര്യം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഏതാണ്ട് ഒരു 2 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക്, അതായത് നമ്മളും പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ഉണ്ടാവുമെന്നാണ്. പക്ഷേ ആദ്യം എണ്ണി തുടങ്ങിയപ്പോൾ LDF ലീഡ്. അതെ, ആദ്യം എണ്ണി തുടങ്ങിയപ്പോൾ LDF ലീഡ് എങ്കിൽ പോലും പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ UDF ആ ലീഡ് ഏറ്റെടുക്കുന്നു. ആ ലീഡിൽ നിന്ന് പിന്നോട്ടില്ലാതെ മുന്നോട്ട് തന്നെ മാധ്യമപ്രവർത്തകർക്കും ജയിക്കുന്നവർക്കും എല്ലാം സമൂസയും ലഡുവും കൊടുക്കുമെന്നാണ് PC ജോർജ് പറഞ്ഞത്. ഇന്നലെ അത് ചിക്കൻ ബിരിയാണി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അച്ഛനും മകനും പിന്നിലാണ്. എന്തായാലും PC ജോർജ് തോൽക്കും. പക്ഷേ ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ട് പാലായനി എങ്ങനെ മാറുമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ തിരുവല്ലയിൽ BJPയുടെ ഒരു മുന്നേറ്റം എടുത്തു പറയേണ്ടതാണ്. പ്രധാനമന്ത്രി വന്നിട്ട് തന്റെ വലം കൈ എന്ന് പറഞ്ഞ അനൂപ് ആന്റണി ഇനി കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വലം കൈയായി മാറുമോ എന്നാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ നേമത്ത് മുന്നിൽ തന്നെയാണ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട വട്ടിയൂർക്കാവിൽ K മുരളീധരൻ ഒരു വലിയ മാറ്റം, ഒരു മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രശാന്താണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഒന്നും പറയാറായിട്ടില്ല. അതെ, അവിടെ മാറി മറിയാം ഏത് സമയത്ത്. കഴക്കൂട്ടത്തും മാറി മറിയാം. അതെ, കഴക്കൂട്ടത്ത് ആദ്യഘട്ടത്തിൽ V മുരളീധരൻ ഇടയ്ക്കൊന്ന് മുന്നിൽ വന്നിരുന്നു. പക്ഷെ പിന്നീട് പിന്നോട്ട് പോയി. അതും ഇനി ഏത് നിമിഷവും മാറി മറിയാവുന്ന ഒരു സാധ്യതയാണ്. എന്തായാലും ഈ ഒരു 2 മണിക്കൂർ UDF ചെറിയ കക്ഷികളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, CMB ഉൾപ്പെടെ. അതെ, CP ജോൺ കാരണം ഒരുപാട് വർഷമായി മത്സരിക്കുന്നുണ്ട്. ഈ വർഷം മുന്നിലാണ്, ജയിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു 2 മണിക്കൂറിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ UDF അനുകൂലമാണ്. ഇനി നമ്മൾ പെട്ടെന്നൊന്ന് മറ്റു സംസ്ഥാനങ്ങളും കൂടി നോക്കി വരികയാണെങ്കിൽ തമിഴ്നാടാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ആരും പ്രതീക്ഷിക്കാത്തൊരു മുന്നേറ്റമാണ് തമിഴ്നാട്ടിൽ TVK നടത്തുന്നത്. വിജയ്ക്ക് ഇതിനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചെടുത്ത് നിന്ന് വിജയ് 100 സീറ്റിന്റെ ഇടയ്ക്ക് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. 118 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് തമിഴ്നാട്ടിൽ വേണ്ടത്. ഏതാണ്ട് 100 സീറ്റ് വിജയുടെ പാർട്ടി നേടിയിട്ടുണ്ട്. ഇനി വിജയ് ആയിരിക്കുമോ അടുത്ത മുഖ്യമന്ത്രി എന്ന തരത്തിലൊക്കെ ചർച്ചകൾ വന്നു തുടങ്ങി. DMK ഇനി തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ല. ഏതാണ്ട് 46 സീറ്റിൻ്റെ അടുത്ത് DMKക്ക് ഉണ്ട്. പിന്നെ ബംഗാളിൽ പോവുകയാണെങ്കിൽ ബംഗാളിൽ വലിയൊരു തിരിച്ചടിയാണ് തൃണമൂൽ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. ബംഗാളിൽ BJP 135 ഇടങ്ങളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. വെറും 107 ഇടങ്ങളിൽ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന് മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നത്. പക്ഷേ അതിൽ ഏറ്റവും സന്തോഷിക്കേണ്ട ഒരു കാര്യം കോൺഗ്രസിനാണ്. ഇതുവരെ ഒരു സീറ്റ് ഇല്ലാത്ത, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും ഒരു സീറ്റും ഇല്ലാത്ത കോൺഗ്രസിന് 3 ഇടത്ത് ബംഗാളിൽ മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ട്. അസമിലെ കാര്യം നോക്കുകയാണെങ്കിലും അസമിലും BJP തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 69 സീറ്റുകളാണ്. കോൺഗ്രസിന് 19 സീറ്റുകളാണല്ലോ, മറ്റുള്ളവർക്ക് 2 സീറ്റുകളുമുണ്ട്. പുതുച്ചേരിയിൽ NDA തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 22 സീറ്റുകളുണ്ട്. ഇന്ത്യ സഖ്യത്തിന് 6 സീറ്റുകളാണ് അവിടെയുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരുമ്പോൾ ധർമ്മടത്ത് പിണറായിയുടെ ധർമ്മസങ്കടം മാറുമോ എന്നാണ് അറിയേണ്ടത്. അപ്പം കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കായി.